ഹാജിപ്പൂർ എന്നുള്ള സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് റാംവിലാസ് പാസ്വാൻ്റെയൊക്കെ ഒരു തട്ടകമായിരുന്നു ബീഹാറിൽ. ഹാജിപ്പീർ എന്നൊരു സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുമ്പോഴാണ് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. കാരണം അത് ഇന്ത്യക്ക് കിട്ടിയ, ഇന്ത്യ പിടിച്ചെടുത്തൊരു സ്ഥലമായിരുന്നു. പിന്നീട് കോൺഗ്രസ് സർക്കാർ പാകിസ്ഥാന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് അവിടം ഭീകരവാദികളുടെ താവളമായി. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തിവിടുന്നത്. അപ്പോൾ കോൺഗ്രസ് ചെയ്ത ഒരു വലിയ ചതിയുടെ കഥയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ആ കഥ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? അതെ, ആ കഥ വിശദീകരിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞില്ല. ഇപ്പോൾ സുനിൽ പറഞ്ഞ അത്രയാണ് രാജ്നാഥ് സിംഗും പറഞ്ഞത്. 1965 ഹാജിപ്പീർ ചുരം പിടിച്ച ഇന്ത്യ സന്ധി ചർച്ചകളിൽ അത് വിട്ടുകൊടുത്തു. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം അവസാനിച്ചേനെ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ചൊവ്വാഴ്ച അക്നൂരിൽ താണ്ട ആർട്ടിലറി ബ്രിഗേഡ് വെറ്ററൻസ് ഡേയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഈ പാക് അധിനിവേശ കശ്മീർ ഇല്ലാതെ ജമ്മു കശ്മീർ പൂർണ്ണമാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് പിടിക്കുന്നതാണ്. ഒക്കെ നമ്മുടെയാണ്. നമ്മൾ പിടിക്കുന്നും കൂടി ഉണ്ടല്ലോ. ഇന്ത്യയുടെ നെറ്റിയിലെ രാജരത്നമാണത്. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ തലേന്ന് ഈ പാക് അധിനിവേശ കശ്മീരിൻ്റെ മുഖ്യമന്ത്രി ചൗധരി അൻവറുൽ ഹക്ക് പറഞ്ഞിരുന്നു, ജമ്മു കശ്മീരിൽ നിന്ന് ഇന്ത്യയെ പുറത്താക്കാൻ സർവശേഷിയും പ്രയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ മറുപടിയാണ് ഈ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പാണ്ടിലോറി മറിക്കുമെന്ന് തവള പറയുന്ന പോലെയല്ലേ? അപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു, പാക് അധിനിവേശ കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന് ഒരു വിദേശ ഭൂമി മാത്രമാണ്, അത് അവരുടേതല്ല, അത് നമ്മുടേതാണ്. അപ്പോൾ ഈ കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1965 യുദ്ധത്തിൽ പൊതുവെ നമ്മൾ ജയിച്ച യുദ്ധമായിട്ടൊന്നും അത് കരുതപ്പെടുന്നില്ല. ഇത് നമ്മളുടെ കയ്യിൽ തന്നെ നിന്നെങ്കിൽ നമ്മൾ ജയിച്ച യുദ്ധമായിട്ട് നമുക്ക് ചരിത്ര പുസ്തകത്തിൽ എഴുതാമായിരുന്നു. വിട്ടുകൊടുക്കാതെ ഈ ഹാജിപ്പൂർ നമ്മൾ പിടിച്ചതാണ്. ഹാജിപ്പൂർ പിടിച്ചതാണ് നമ്മുടെ ആ യുദ്ധത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അതായിരുന്നു. അതാണ് വിട്ടുകൊടുത്തത്. 1965 ഓഗസ്റ്റ് 28 ഇത് പിടിച്ചത്. രാവിലെ 10:30 മേജർ രഞ്ജിത് സിംഗ് ദയാൽ നയിച്ച ആർമി 1 പാര കമാൻഡേഴ്സാണ് ഹാജിപ്പൂർ ചുരം പിടിച്ചത്. വിഭജനം കഴിഞ്ഞ് 18 കൊല്ലം ഇത് പാകിസ്ഥാൻ്റെ കയ്യിലിരുന്നതാണ്. പാകിസ്ഥാൻ്റെ തിരിച്ചടി നമ്മൾ ഓഗസ്റ്റ് 31 2 ദിവസം കഴിഞ്ഞപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ അവിടെ നിന്ന് പിൻവാങ്ങി. ആ ചുരവും അതിന് ചുറ്റുമുള്ള മലയും നമ്മുടെ കയ്യിൽ ആയി. സെപ്റ്റംബർ 10 നമ്മൾ കഹൂട്ട പിടിച്ചു. അതും കൂടി പിടിച്ചു കഴിഞ്ഞാലേ ശരിക്കും കഹൂട്ട അറിയാമല്ലോ, ആണവ നിലയം, അവരുടെ ആണവ നിലയം പിന്നെ അവരവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ആ ചുരവും മലകളും ഒക്കെ നമ്മുടെ കയ്യിൽ, കഹൂട്ട ഉൾപ്പെടെ നമ്മുടെ കയ്യിലായി. അങ്ങനെ മൊത്തം ഈ ഹാജിപ്പീർ ബൾജ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കയ്യിലിരുന്നു. 37 മണിക്കൂർ നമുക്ക് പോരാടേണ്ടി വന്നു. നമ്മുടെ സേന ഇത്രയും അധ്വാനിച്ചതാണ്. 37 മണിക്കൂർ അധ്വാനിച്ചിട്ടാണ് അത് പിടിച്ചെടുത്തത്. ആ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസപ്പെട്ടതാണ്. മലയും ഇടുങ്ങിയ വഴികളും ഒക്കെ ആയിട്ടുള്ള പ്രദേശം. അതാണ് പിടിച്ചെടുത്തത്. 5 ബറ്റാലിയനുകൾ അതിലുണ്ടായിരുന്നു. 2 കവചിത റെജിമെൻറ്റുകളും അതിൽ പങ്കെടുത്തിരുന്നു. 5 കാലാഡ് ബറ്റാലിയനുകൾ. ശരിക്കും ഇത് യുദ്ധം തുടങ്ങുന്നത് ഓഗസ്റ്റ് 5 ആണ്. നുഴഞ്ഞുകയറ്റക്കാരെ കൈകാര്യം ചെയ്ത് സെപ്റ്റംബർ 23 ഐക്യരാഷ്ട്രസഭ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെടിക്കാനും നമ്മൾ വഴിവെച്ചു. ആ യുദ്ധത്തിലെ ഏക വിജയമായിരുന്നു ഇത്. 8652 അടി ഉയരത്തിലാണ് ഈ ഹാജിപ്പീർ നിൽക്കുന്നത്. പീർ പഞ്ചൽ മലനിരയ്ക്ക് പടിഞ്ഞാറാണത്. കശ്മീരിനെ ജമ്മുവുമായി വേർതിരിക്കുന്ന ചുരമാണിത്. ജമ്മുവിലെ പീർ പഞ്ചലിന് പടിഞ്ഞാറുള്ള പൂഞ്ചിൽ നിന്ന് ഉറിയിലേക്ക് 56 കിലോമീറ്റർ മാത്രമേ വരൂ. ഈ ഹാജിപ്പീർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ. അതിന് പകരം ഇപ്പോൾ നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ 56 കിലോമീറ്റർ കൊണ്ട് പൂഞ്ചിൽ നിന്ന് ഉറിയിലെത്തുമായിരുന്നു.
ഇപ്പം നമ്മൾ 282 കിലോമീറ്റർ ആണ് പോകുന്നത്. 6 ഇരട്ടിയോളം ദൂരം സഞ്ചരിക്കണം. അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ജമ്മുവും കശ്മീരും, ഈ 2 കശ്മീർ വാലിയും ജമ്മുവും വളരെ പെട്ടെന്ന് നമുക്ക് സഞ്ചരിക്കുകയും ഈ നുഴഞ്ഞുകയറ്റക്കാരൊന്നും ഉണ്ടാവുകയും ഇല്ലായിരുന്നു. പൂഞ്ച് താഴ്വര, ഷോപ്പിയാൻ, ശ്രീനഗർ അങ്ങനെയാണ് വരുമായിരുന്നത്. പഴയ മുഗൾ പാതയിൽ കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ജമ്മു കാശ്മീർ നേരിട്ടുള്ള പാതയാണ് 58 കിലോമീറ്റർ ആയിട്ട് വരുമായിരുന്നു. നമ്മൾ വളഞ്ഞു കുറ്റിയാണ് ഇപ്പോൾ പോകുന്നത്. വളഞ്ഞു കുറ്റിയാണ്, നേരെ പോകാനുള്ള വഴിയായിരുന്നു. അത് നമ്മുടെ കയ്യിൽ അതിന്റെ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ പട്ടാളത്തിന് മനസ്സിലായി, പട്ടാളത്തിന് പിടികിട്ടി, സർക്കാരിന് മനസ്സിലായില്ല. കാരണം അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി, പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി, അത് കഴിഞ്ഞിട്ടാണല്ലോ ലാൽ ബഹദൂർ ശാസ്ത്രി മറ്റേ മോസ്കോയിൽ തട്ടിക്കളയുന്നത്, താഷ്കെൻഡിൽ തട്ടിക്കളയുന്നത്. ഇത് വിട്ടുകൊടുക്കുന്നത് 5 മാസത്തിന് ശേഷമാണ്. 5 മാസം നമ്മുടെ കയ്യിലിരുന്നു. അതുവഴിയാണ് 27 കൊല്ലമായിട്ട് പാകിസ്ഥാൻ ഭീകരർ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട്. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്നായിരുന്നു മറ്റേ പാകിസ്ഥാൻ്റെ ഇങ്ങോട്ടുള്ള നുഴഞ്ഞു കയറ്റത്തിൻ്റെ പേര്. 1965 ആയുധങ്ങളും കൊണ്ടാണ് നുഴഞ്ഞു കയറിയിരുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞ് തിരിച്ചടിക്കാൻ തുടങ്ങി. പിന്നെ ചാമ്പ്, ജോറിയൻ മേഖലയിലൊക്കെ തിരിച്ചടിച്ചു. അക്നൂർ പാലം, പട്ടണം, ജമ്മു പൂഞ്ച് ഹൈവേ ഒക്കെ കഴിഞ്ഞ് അവർ ജമ്മുവിലേക്ക് നീങ്ങി. ജമ്മു ശ്രീനഗർ ഹൈവേ പിടിച്ചാൽ കശ്മീർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള നില വന്നു. അപ്പോൾ പട്ടാള കോറുകളും നമ്മുടെ പട്ടാളം രാജ്യാന്തര അതിർത്തി കടന്ന് പാകിസ്ഥാൻ, പഞ്ചാബ്, ലാഹോർ, സിയാൽകോട്ട് അങ്ങോട്ട് നമ്മൾ കയറി അതിർത്തി കടന്ന്. അപ്പോഴാണ് അവരിവിടെ നിന്ന് പിന്മാറിയത്. സെപ്റ്റംബർ 6-ാം തീയതി അങ്ങനെ നമ്മളകത്തേക്ക് കയറി ലാഹോറും സിയാൽകോട്ടിലേക്കുമൊക്കെ മുന്നേറി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പിൻവാങ്ങിയതോടുകൂടി ദുരന്തം ഒഴിവായി. അപ്പോൾ നമ്മൾ അന്ന് ഇത് വിട്ടുകൊടുത്ത കഥയാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞത്. അല്ല, ഇത്തരം കഥകളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടിയും അവരുടെ സർക്കാരുമാണ് ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം പബ്ലിക് ഡൊമൈനിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വരുന്നു. ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഈ വിവരങ്ങളെല്ലാം ആർക്കും ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ ചതിയാണ് കഴിഞ്ഞ 60 വർഷം ഈ രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയും അതിൻ്റെ പ്രധാനമന്ത്രിമാരും നമ്മുടെ രാജ്യത്തോട് ചെയ്തിരുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെയാണ് ഞങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത് അറിയാതെ പറഞ്ഞല്ല, അങ്ങനെയായിരുന്നു. അവരുടെ പാരമ്പര്യം അങ്ങനെയായിരുന്നു. മറ്റുള്ളവരാരും എനിക്ക് രാഹുൽ ഗാന്ധിയുടെ ബഹുമാനമാണ്. മറ്റുള്ളവർ ഇത് ഒളിച്ചു വെച്ചു. രാഹുൽ ഗാന്ധി പരസ്യമായി തുറന്നു സമ്മതിച്ചു, അതെ, ഇന്ത്യയാണ് എൻ്റെ ശത്രു, അതെ, ഇന്ത്യക്കെതിരെയാണ് ഞങ്ങളുടെ യുദ്ധം എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മുടെ രാജ്യത്തെ ഈ ഇന്നത്തെ അവസ്ഥയിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണോ കോൺഗ്രസ് എന്നുള്ള സംശയം പ്രബലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരും പറയണ്ട, നമ്മുടെ മുമ്പിലുള്ള ചരിത്ര വസ്തുതകൾ പരിശോധിക്കുമ്പോൾ, കാലാകാലങ്ങളിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഇത് ഇങ്ങനെ ബോധ്യപ്പെട്ടു വരികയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് യാദൃശ്ചികമായിട്ടാണോ ഇങ്ങനെ പറഞ്ഞത്? അതങ്ങനെ യാദൃശ്ചികമായിട്ടല്ലല്ലോ പറയുന്നത്. കാരണം ഇന്ത്യക്കെതിരെയാണ് ഇവരെല്ലാ കാലത്തും നിലകൊണ്ടിരുന്നതെന്ന് ഈ കശ്മീരിൻ്റെ മൊത്തം ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹാജി പീറിൻ്റെ കാര്യം മാത്രമാണല്ലോ പറഞ്ഞത്. അല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ POK നമ്മൾ വിട്ടുകൊടുത്തതാണല്ലോ. കാരണം ഇത് നമ്മുടെ കയ്യിലിരുന്നതാണ്. കാരണം നമ്മൾ മുന്നേറി പാകിസ്ഥാൻ്റെ അകത്തൊക്കെ കയറി 1900 യുദ്ധത്തിൽ നിൽക്കുമ്പോഴാണ് പിൻവാങ്ങാനായിട്ട് നെഹ്റു പറഞ്ഞത്. അങ്ങനെയാണ് ഇത് നമ്മുടെ നമ്മൾ കയറി ഇതൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞതായിരുന്നു ഈ പാക് അധിനിവേശ കശ്മീരൊക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ നിൽക്കുമ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് നെഹ്റു. കുറേയും കൂടി അടിച്ചു കയറി ഇതും കൂടി പിടിച്ചിട്ട് വെടിനിർത്തൽ പറഞ്ഞാൽ മതിയായിരുന്നു. മറ്റേ പാക് അധിനിവേശ കശ്മീർ എന്ന് ഇപ്പോൾ പറയുന്ന സ്ഥലം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് നെഹ്റു. അങ്ങനെയാണ് ആ പ്രദേശം. ഒന്നാമത് നെഹ്റുവിനെ സംബന്ധിച്ച് അദ്ദേഹം ജനിച്ച സ്ഥലം എന്നുള്ളതിലൊക്കെയുള്ള ഒരു വൈകാരിക ബന്ധം കശ്മീരുമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കശ്മീർ വെച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഹരിസിംഗിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇത് പിടിക്കുന്നത് തന്നെ പിന്നീടാണ്.
സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് BP അല്ല, മേലെ ഹരിസിംഗ് അവസാനം നമ്മുടെ സമ്മർദ്ദം കൊണ്ടാണെങ്കിലും തയ്യാറായി, ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചു. പിടിച്ചു എന്ന് പറയണ്ട, അത് സമ്മതിച്ചു. അപ്പോൾ സമ്മതിച്ചു. ആ സമയത്ത് ഷെയ്ഖ് അബ്ദുള്ള നെഹ്റുവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ അക്കാലത്തെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്കറിയാവുന്നതുമാണ്. ഷെയ്ഖ് ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം ഇപ്പോഴും ഒരേ മുഖച്ഛായയാണെന്നാണ് പറയുന്നത്. അതൊക്കെ ഏതാണ്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരാളെപ്പോലെ 9 പേരുണ്ട് എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. പല ഈ ഷെയ്ഖ് അബ്ദുള്ള ഡൽഹിയിൽ വരുമ്പോഴൊക്കെ നെഹ്റുവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതൊരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ ഈ ഷെയ്ഖ് അബ്ദുള്ളയെ എപ്പോഴും ഈ മുമ്പിൽ നിർത്തിയിട്ട് അയാളുടെ പാർട്ടി ഭരിച്ചോട്ടെ എന്നൊരു നയം. പാർട്ടി അല്ല, അങ്ങനെ ഭരിച്ചാൽ മാത്രം പോരാ, പ്രത്യേക ഭരണഘടന, പ്രത്യേക ദേശീയഗാനം, പ്രത്യേക ദേശീയ പതാക, പ്രത്യേക നിയമം. കാശ്മീരിന് ആദ്യം പ്രധാനമന്ത്രിയായിരുന്നു. അതായിരുന്നു പ്രധാനമന്ത്രി പദവി കൊടുത്തു. ഞാൻ ഇവിടെ പ്രധാനമന്ത്രി, അനിയ നീ അവിടെ പ്രധാനമന്ത്രി. ഇതായിരുന്നു പോളിസി. അത് മാത്രമല്ല, ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗോത്രവർഗക്കാരെ വെച്ചിട്ട് ഈ ബഫർ ഏരിയ ഉണ്ട് കാശ്മീരിനും പാകിസ്ഥാനും ഇടയിൽ. ഗോത്രവർഗക്കാർ അവർ നിന്ന് ഇത് ബഫർ സോണായിട്ട് നിന്നോളുന്നാണ് നെഹ്റു വിചാരിച്ചത്. പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഗോത്രവർഗക്കാരെ കൊണ്ട് ആക്രമിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. ഈ അഹിംസ പറഞ്ഞുകൊണ്ട് കിടന്നിരുന്ന ഗാന്ധി പോലും അപ്പം പറഞ്ഞു, നമ്മുടെ പട്ടാളം യുദ്ധം ചെയ്യണം, നമ്മൾ പിടിച്ചെടുക്കണം എന്നു പറഞ്ഞു. അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി സംസാരിക്കുന്ന ആദ്യത്തെ ഘട്ടമായിരുന്നു അത് സ്വാതന്ത്ര്യത്തിന് ശേഷം. എന്നിട്ട് നെഹ്റു വഴങ്ങിയില്ല, ഈ ഷെയ്ഖ് അബ്ദുള്ളയെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ കളിയാണ് അവിടെ നടക്കുന്നത്. അത് പക്ഷേ ഇപ്പോഴും കളി നടക്കുന്നൊന്നുമില്ല. കളി തീർന്നു. മോദി വന്നതോടുകൂടി കളി അവസാനിച്ചു. മോദി വന്നതോടുകൂടി പിന്നെ മോദിയുടെ പാർട്ടിയുടെ കൂടെ ചേരാമെന്നുള്ള മട്ടുണ്ട്. അതെ 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 അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.